മഴതോരു മുൻപേൽ റീസെൻ്റ്ലി വന്നിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ വാല്യൂ പറയുന്നത് വാല്യൂസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വാല്യൂ ഉള്ള കഥകളും ജീവിതങ്ങളും സീരിയലിലൂടെ കൊടുക്കാൻ പറ്റാണ്ടല്ലോ, ഒരുപാട് മാറും. ശരിക്കും ഈ സീരിയൽ പ്രേക്ഷകർ എന്ന് പറയുന്നത് ഭയങ്കര സ്വീകാര്യതയാണ്. എപ്പിസോഡ് വരാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഇൻസ്റ്റ ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങി. ഒരുപാട് മെസ്സേജുകൾ വരുന്നു. അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. പപ്പിയച്ച് എന്നോട് പറയുന്നു, എടാ സന്തു, പിന്നെ ഒന്ന് നീ ആ സീരിയലിൻ്റെ ആൾക്കാരോട് വിളിച്ചിട്ട് ആ സീരിയൽ ഒന്ന് സംപ്രേഷണം ചെയ്യാൻ പറ. ഞാൻ പറഞ്ഞു, എനിക്ക് സംഭവം മനസ്സിലായില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് നിമിഷ റാം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് നമ്മുടെ സ്വന്തം സന്തോഷ് കീഴാറ്റൂർ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് മഴതോരു മുൻപേൽ റീസെൻ്റ്ലി വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പം നാടകം, അത് കഴിഞ്ഞ് സിനിമ, രാഷ്ട്രീയം അതിൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് നാടകം, സിനിമ, സീരിയൽ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അല്ലേ? സീരിയൽ സ്കെഡ്യൂൾ ആണെങ്കിലും ഒക്കെ ആ ഡിഫറൻസിനെ എങ്ങനെ നോക്കിക്കാണുന്നു മഴതോരു മുൻപേൽ? അല്ല, ഞാൻ ഇതിനു മുന്നേ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഇപ്പം മഴതോരു മുൻപിലായിരിക്കാം ഞാനൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത്. മറ്റേതൊക്കെ കുറച്ചായിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മീഡിയവും നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ മഴതോരു മുൻപേ എന്ന് പറഞ്ഞ സീരിയലിലേക്ക് എന്നെ കുറേ ആയിട്ട് അവർ വിളിക്കുന്നുണ്ടായിരുന്നു. ഏഷ്യാനെറ്റാണ്, അത് തന്നെ അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ഒന്നാണ്. പിന്നെ ഹോട്ട്സ്റ്റാർ അതുമുണ്ട്. നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പണ്ട് സീരിയൽ എന്ന് പറയുമ്പോൾ അന്നത്തെ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ പിന്നെ കാണാൻ സാധിക്കില്ല. ഇപ്പം അതല്ല. പിന്നെ ഞാൻ എന്നെ വിളിച്ച സമയത്ത് അവരുടെ കുറച്ച് എപ്പിസോഡ് ഞാൻ കണ്ടു ഹോട്ട്സ്റ്റാറിൽ നിന്ന്. അപ്പോൾ നല്ല അതിൻ്റെ ക്വാളിറ്റി ഓഫ് മേക്കിംഗ് ആണ്. പിന്നെ അതിലപ്പുറം ജോയ്സി എന്ന് പറയുന്ന ഒരു തലമുറയെ വായനയുടെ ലോകത്തേക്ക് എത്തിച്ചത് ഒരു വലിയൊരു എഴുത്തുകാരനാണ്. രണ്ട് തരത്തിലുണ്ട്. അദ്ദേഹം ഭീകരമായിട്ട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഇത്. പക്ഷേ ഈ ജോയ്സി സാറിൻ്റെ എഴുത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പം ജോയ്സി സാറിൻ്റെ ഒരു എഴുത്തിൽ ഒരു സീരിയലിലെ കഥാപാത്രം ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയൊരു മഹാഭാഗ്യമായിട്ടും ആണ് ഞാൻ കണ്ടത്. അതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷമാണോ ഈ സ്ക്രിപ്റ്റ് ഒന്നും മുഴുവൻ കേട്ടിട്ടില്ല, കുറച്ച് ഭാഗം മാത്രം. കാരണം പിന്നെ ഞാൻ ഈ സീരിയൽ അതാ പറഞ്ഞു, ഈ ഹോട്ട്സ്റ്റാറിൽ കുറച്ച് എപ്പിസോഡ് കാണാൻ സാധിച്ചു. പിന്നെ ആ കഥയെക്കുറിച്ച് ഇതിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതൊരു കോൺഫിഡൻ്റ് ഉണ്ട്. ഇത് നമ്മൾ അങ്ങനൊരു സാധാരണ സീരിയൽ പോലെയല്ല അത് മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്ക് ഒരു പക്ഷേ ഈ ഫാമിലി പ്രേക്ഷകർക്കിടയിൽ നമുക്കൊരു സ്വീകാര്യത കിട്ടും എന്ന ഒരു തോന്നലിൽ തന്നെയാണ്. തീർച്ചയായും ആ മഴതോരു മുൻപേക്ക് ഒരു വലിയ ഓഡിയൻസ് ആണുള്ളത്. എല്ലാ കഥാപാത്രങ്ങളെയും ഓഡിയൻസ് അങ്ങനെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്ക് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ഓരോ കഥാപാത്രത്തിന് ഇവരുടെ ഇൻ്റർവ്യൂ തരൂ എന്നൊക്കെ. അത്രയും ഓരോ കഥാപാത്രത്തിനെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെയാണ്, എസ്പെഷ്യലി കുടുംബ പ്രേക്ഷകർ. ഞാൻ പോലും സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ അത്ര വലിയ ഈ ഇൻസ്റ്റയിലൊന്നും അത്ര ഞാൻ ആക്റ്റീവ് അല്ല. സോഷ്യൽ മീഡിയ ഇങ്ങനെ FBയിലൊക്കെ എന്തെങ്കിലും എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ എഴുതും, പോസ്റ്റ് ചെയ്യും എന്നല്ലാതെ ഇൻസ്റ്റ. പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ച ഈ എപ്പിസോഡ് വരാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഇൻസ്റ്റ എന്തായാലും പറയും ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങി. ഒരുപാട് മെസ്സേജുകൾ വരുന്നു. അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ശരിക്കും ഈ സീരിയൽ പ്രേക്ഷകർ എന്ന് പറയുന്നത് ഭയങ്കര സ്വീകാര്യതയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എല്ലാ ദിവസവും വരാൻ സാധിക്കുന്ന സീരിയൽ. സാധാരണ നമ്മൾ പറയാറുണ്ട് സീരിയൽ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്ത്രീകളാണ്, വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ്, കുറച്ച് മുതിർന്നവരാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നതല്ല, എനിക്ക് എത്ര ചെറുപ്പക്കാരാണെന്നറിയോ. ഇപ്പോൾ എൻ്റെ മകൻ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ് മംഗലാപുരത്ത്. അവൻ ആദ്യമായിട്ട് കാണുന്ന സീരിയൽ ഒരുപക്ഷെ ഇതായിരിക്കാം. പക്ഷെ അവനിപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി അവന്. പിന്നെ അതല്ല, അവൻ കഴിഞ്ഞ ദിവസം കോളേജിൽ പോയിട്ട് വെക്കേഷൻ കഴിഞ്ഞ് കോളേജിലെത്തിയിട്ട് എന്നെ വിളിച്ചു, അച്ഛാ പിന്നെ കുട്ടികളൊക്കെ അച്ഛൻ്റെ ഭയങ്കര ഫാനാണ്. അവനെ കാരണം അവർ ഈ വെക്കേഷനൊക്കെ പോയ സമയത്ത് ഈ സീരിയൽ കാണുന്നുണ്ട്. അതിലെന്താ അറിയുക, എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കുറച്ച് എപ്പിസോഡ് കണ്ടപ്പോൾ ഈ മഴതോരു മുൻപേ സീരിയലും കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. തീർച്ചയായും ക്യൂട്ടായിട്ടുള്ള ഭയങ്കര രസകരമായിട്ട് അവർ അഭിനയിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ട് അവർ സിനിമയിൽ ചെയ്യുന്ന അതേപോലെ ഒരു ബിഹേവിങ് ആക്ടിങ് പാറ്റേൺ പിടിച്ചുകൊണ്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അതിലെ വൈഷ്ണവി എന്ന് പറഞ്ഞ ആക്ട്രസ് ആയാലും അതിലെ നായിക നികിത ഒരു പിന്നെ കുറേ സീരിയൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിലും ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മെയിൻ പില്ലർ എന്ന് പറയുന്നത് കിഷോർ അല്ലേ, അദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. പിന്നെ അതുപോലെ എനിക്ക് എല്ലാവരും പേരറിയില്ല, രാഹുൽ, വേദവ്യാസ് അല്ലേ, വേദവ്യാസ്, പിന്നെ വേറെ 1-2 പെൺകുട്ടികൾ. അതിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് കെമിസ്ട്രി ഭയങ്കര കെമിസ്ട്രിയാണ്. ഞാനും കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ് കണ്ടു. അത് ഇപ്പോൾ ട്രാവലിംഗ് സമയത്തൊക്കെ അത് ഹോട്ട്സ്റ്റാറിൻ്റെ ഒക്കെ ഒരു ഗുണതാണ്.
ഇല്ല നമ്മൾ സീരിയൽ കാണാൻ സാധിക്കാറില്ല. ഇപ്പം ഞാൻ അതിനു മുമ്പ് കുറേ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, കുറച്ച് എപ്പിസോഡ്. പക്ഷെ ഞാൻ പല എപ്പിസോഡും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പലപ്പോഴും എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സീരിയലിൻ്റെ ഒരു മീറ്റർ എങ്ങനെയാണ്, അത് രണ്ടും രണ്ടാണ്. ഇപ്പോൾ സിനിമയുടെ ഒരു രീതിയല്ല സീരിയലിൻ്റെ, കാരണം അവിടെ ഭയങ്കരമായിട്ട് സ്പീഡാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഓടിയെത്തണം. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി ഇപ്പോഴും അതാണ്, എനിക്ക് അതിൻ്റെ കൂടെ ഓടിയെത്താൻ സാധിക്കുമോ? കാരണം കിഷോറിനെ പോലെയുള്ള വലിയ എക്സ്പീരിയൻസ് ആണ് അയാൾ സീരിയൽ ഇതിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റൊക്കെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി, എനിക്ക് നാടകം ചെയ്യുമ്പോൾ പോലും ഇത്ര പേടിയില്ല. എനിക്കിപ്പം എന്നോട് ഇപ്പോൾ ഒരു സ്ട്രീറ്റ് പ്ലേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു വിഷയമാണെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല. ഞാൻ ഈ എറണാകുളം സിറ്റിയിൽ പോയിട്ട് ഞാൻ ചെയ്യും. പക്ഷേ എനിക്ക് സീരിയൽ ഷൂട്ടിനുമ്പോൾ ഇച്ചിരി പേടിയാണ്. കാരണം ആ ഒരു മീറ്ററിലേക്ക് എത്താൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? കാരണം അങ്ങനെയാണല്ലോ. പക്ഷേ ആ ക്യാരക്ടറിനെ ആൾക്കാർ സ്വീകരിച്ചു എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ഈ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സ്, എനിക്ക് ഇവരൊന്നും നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പേര് റീസെൻ്റ്ലി ആണ്. പക്ഷേ ഞാൻ അവരുടെ അതാണ് ഈ പുതിയ ജനറേഷൻപ്പെട്ട ആൾക്കാർ പോലും ഈ സീരിയൽ കാണാൻ പ്രധാന കാരണം. ഇവരുടെയൊക്കെ ഒരു ആക്ടിങ് രീതികളും ഇവരുടെ സ്റ്റൈലും ഒക്കെ കാണുമ്പോൾ അങ്ങനെ മാറണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് സീരിയൽ കണ്ടവരാണ് അല്ലേ. ഇപ്പോൾ സീരിയലിലൂടെ നല്ല കഥ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും. കാരണം നമ്മുടെ വീട്ടിലേക്ക് നേരിട്ട് കൊടുക്കുന്നതാണ്, ഡോർ ടു ഡെലിവറിയാണ്. അപ്പോൾ എല്ലാ സീരിയലുകാരും ചാനലുകാരൊക്കെ അങ്ങനെ മാറണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. നല്ല സീരിയലുകൾ, വാല്യൂസ്, കുടുംബ ബന്ധങ്ങളുടെ വാല്യൂ പറയുന്ന, സമൂഹത്തിൻ്റെ വാല്യൂ പറയുന്ന വാല്യൂസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വാല്യൂ ഉള്ള കഥകളും ജീവിതങ്ങളും സീരിയലിലൂടെ കൊടുക്കാൻ പറ്റാണ്ടല്ലോ, ഒരുപാട് മാറും. പക്ഷെ മാറാൻ തുടങ്ങി ഇടക്കാലത്തുള്ളൊരു സീരിയൽ, ഈ സീരിയൽ മാത്രമല്ല മറ്റ് കുറച്ച് സീരിയലൊക്കെ കാണുമ്പോൾ നല്ല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതെ, പണ്ടത്തെ സീരിയലിൻ്റെ ഇപ്പോഴും പ്രത്യേകത, പണ്ടൊക്കെ ഈ മേക്കപ്പ് ഒക്കെ ഇപ്പോഴും അങ്ങനെയുണ്ട്, ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് വലിയ കുണ്ടല എന്താ അതിനെ പറയാ, അതൊക്കെ പിന്നെ എന്താ പറയുക, നമ്മളെപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഒരു സമപ്രായക്കാരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അല്ലേ. പക്ഷെ അതല്ല, അല്ലാതെ ഈ വീടിനകത്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഇത്രയും നല്ല സാരി ഉടുക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കണ്ണെഴുതാൻ പറ്റുന്നില്ല, എനിക്ക് നല്ല കമ്മലിടാൻ പറ്റുന്നില്ല, നല്ല മാല ഇടാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്ത്രീ അവരെ സ്വീകരണ മുറിയിൽ ഇതൊക്കെ ഇട്ട് ഒരു സ്ത്രീയെ കാണുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് തെറ്റെന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ കഴിഞ്ഞ എൻ്റെ ഈ നാടകവുമായിട്ട്, എൻ്റെ സോളോ ഡ്രാമയുമായി ഞാൻ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ കുറച്ച് സഞ്ചരിച്ചു. അപ്പോൾ അവിടെ ഒരുപാട് അമ്മമാരുണ്ട്. കാരണം മക്കൾ അവിടെ നേഴ്സ്, അത് എന്തെങ്കിലും ജോലി ചെയ്യുന്നവരേക്ക് അവർക്ക് കുട്ടികളുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ അമ്മമാർ അവരങ്ങോട്ട് കൊണ്ടുപോകും. ഞാനങ്ങനെ കുറേ അമ്മമാരെ പരിചയപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവർ സീരിയലിൻ്റെ അഡിക്റ്റാണ്. എന്തുകൊണ്ടറിയോ? അവർക്ക് ഇതല്ലാതെ വേറെ ലോകമില്ല. അപ്പം നമ്മൾ അവരെയും കൂടി കൺസിഡർ ചെയ്യണം. ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വേവ് ലെങ്ത്തുള്ളവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏജ് മാത്രം നിങ്ങൾ എപ്പോഴും നോക്കാൻ പാടില്ല. ഇങ്ങനെയുള്ളവരെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ നമുക്കൊന്നും തെറ്റാണെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. കുറച്ചൊരു നല്ല കളർഫുൾ ആയിട്ടുള്ള സാരി ഉടുത്തു കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ ഈ വയസ്സായ പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇപ്പോഴത്തെ ആൾക്കാർ കുഴപ്പമില്ല. പണ്ടൊക്കെ ഇന്ന് സ്റ്റക്ക് ആകത്തില്ലേ, നമ്മൾക്ക് ഈ 9:30 സീരിയൽ കഴിയുമ്പോൾ അയ്യോ നാളെ വരെ അവരവിടെ ഇങ്ങനെ നിൽക്കണമല്ലോ സ്ക്രീനിലെന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ ഇനി ഇതൊക്കെ ഇട്ടിട്ട് കിടന്നിട്ട് അവൾക്ക് ഞാൻ ചെറിയൊരു അനുഭവം പറയാം. ഈ കൊറോണ കാലത്ത് ഉണ്ടായതാണ്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് എൻ്റെ സ്വന്തം ആയിട്ടുള്ള പപ്പിയേച്ചി പ്രബേട്ടനുണ്ട്. ഈ പ്രബേട്ടൻ എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ വാട്ടർ പോളോ ക്യാപ്റ്റനായിരുന്നു. അത് മിലിറ്ററിയിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയതാണ്. അയാൾ 2 മക്കളും ഓട്ടിസ്റ്റിക്കാണ്. നടക്കില്ല, വർത്തമാനം പറയലൊന്നുമില്ല. ഒരാൾ മരിച്ചുപോയി. ഈ നമ്മുടെ കൊറോണ സമയത്ത് എല്ലാം സ്റ്റക്കായല്ലോ. പക്ഷേ പപ്പിയേച്ചി എന്നോട് പറയുന്നു, എന്നെ സന്തു എന്ന് വിളിക്കുക. എടാ സന്തു, പിന്നെ ഒന്ന് നീ ആ സീരിയലിൻ്റെ ആൾക്കാരോട് വിളിച്ചിട്ട് ആ സീരിയൽ ഒന്ന് സംപ്രേഷണം ചെയ്യാൻ പറ. ഞാൻ എനിക്ക് സംഭവം മനസ്സിലായില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രജി എന്ന പേര്, ഒരു മോൻ്റെ, അവൻ ഇതിൻ്റെ അഡിക്റ്റാണ്. കാരണം അവൻ്റെ ലോകം എന്ന് പറയുന്നത് അവൻ്റെ റൂമിൽ അവനൊരു TV വെച്ച് കൊടുത്തിട്ടുണ്ട്. സീരിയലാണ്, സിനിമയല്ല. കാരണം അവന് ഇവിടെ ഒന്നും പോകാൻ പറ്റില്ല. ആ റൂമും അവൻ്റെ വീട്ടിൽ നിന്നുള്ളും നിരങ്ങിയിട്ടൊക്കെയാണ് പോവുക. ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല അവന്. ചെറിയ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ ഈ സീരിയൽ കണ്ട് പിന്നെ കൊറോണ കാലത്ത് അടുത്ത എപ്പിസോഡില്ലല്ലോ. അപ്പോൾ ഇവൻ വയലൻ്റ് ആവാൻ തുടങ്ങി, ഭയങ്കര ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ ആലോചിച്ചോ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സീരിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു
നമ്മൾ കളിയാക്കുമ്പോൾ കുറച്ച് കൂട്ടരൊക്കെ അങ്ങനെ ഉണ്ട്, കളിയാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ തെറി വിളിക്കാനും കളിയാക്കാനിലാണ് ഇന്ന് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഒരു വലിയ വിഭാഗം ഇത് കണ്ടിട്ട് അവരുടെ ഒരു ദിവസം തീരണ്ടേ, അങ്ങനെ ആലോചിക്കുന്നവരോടും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സീരിയലൊക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എപ്പിസോഡില്ല. പക്ഷെ അവന് അപ്പോഴാണ് ഞാൻ അവൻ്റെ ബുദ്ധി ആലോചിച്ച് നോക്കിയത്. ഞങ്ങൾ അവൻ്റെ മുമ്പിൽ തട്ടിപ്പ് കളിക്കാൻ പോയി പഴയ എപ്പിസോഡ് കാണിക്കാൻ. അവനറിയാം ഈ എപ്പിസോഡിൻ്റെ അടുത്ത എപ്പിസോഡ് നാളെ വരാൻ പോകുന്നത് ഇതിൻ്റെ കണ്ടിന്യൂറ്റിയാണെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരുപാട് തിരിച്ചറിവുകളൊക്കെ നമുക്ക് തരുന്നുണ്ട്.